നിനക്കായി മാത്രം ഭാഗം 30. ഇത്രയും നാളും ഞാൻ ഹരിയേട്ടൻ്റെ കൂടെ അല്ലല്ലോ കിടന്നത്. അതുകൊണ്ട് 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 എനിക്ക് തോന്നി ഹരിയേട്ടൻ എന്നോട് ദേഷ്യമായി കാണുമെന്ന്. എനിക്ക് നിന്നോട് എപ്പോഴെങ്കിലും ദേഷ്യമുള്ളതായിട്ട് എൻ്റെ വാവയ്ക്ക് തോന്നിയിട്ടുണ്ടോ? അവളുടെ നേർക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ടായിരുന്നു ഹരി അത് ചോദിച്ചത്. മുറിയിലാകെ പുറത്തുനിന്ന് പടർന്നിരിക്കുന്ന നേരിയ വെളിച്ചം മാത്രമാണുള്ളത്. ആ വെളിച്ചത്തിൽ തന്നെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാണ് അവനത് ചോദിച്ചതും. അവൻ്റെ ചോദ്യത്തിന് അവൾ ഇല്ലെന്ന രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയനക്കി. നിന്റെ മനസ്സിൽ എന്താണെന്നും നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ എനിക്കറിയാം. ഇത്രയും നാളും നോക്കി വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയെയും ഏട്ടനെയും ഒക്കെ ഉപേക്ഷിച്ച് വന്നത് അത്ര വേഗം മറന്നു കളയാൻ പറ്റില്ലല്ലോ. അവരൊന്നും ഇല്ലാത്തൊരു ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്നെക്കാൾ നന്നായിട്ട് ആർക്കും അറിയില്ല. അതുകൊണ്ട് എൻ്റെ കൂടെയൊരു ജീവിതം തുടങ്ങുന്നതിന് നിനക്ക് ഇനിയും സമയം ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കാനാകും. അതുകൊണ്ടാണ് ഒരു വീട്ടിലിരുന്നിട്ട് കൂടി എൻ്റെ കൂടെ കിടക്കാനോ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞോ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാതിരുന്നത്. അതിന് എൻ്റെ വാവ എനിക്ക് ദേഷ്യമാണെന്നൊന്നും കരുതി കളയരുത് കേട്ടോ. അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി തലയിലൊന്ന് തലോടിക്കൊണ്ടവൻ പറഞ്ഞതും വൈകി അത് മനസ്സിലായതുപോലെ ഒന്ന് തലയാട്ടി. ഹരിയേട്ടന് നമ്മുടെ വിവാഹം ഇങ്ങനെയൊക്കെ നടക്കണമെന്നായിരുന്നു ആഗ്രഹം? വൈഗ വീണ്ടും ചോദിച്ചതും ഹരി അവളെ മുഖം താഴ്ത്തിയൊന്ന് നോക്കി. തൻ്റെ മനസ്സിൽ എന്താണെന്നറിയാൻ തന്നെ തന്നെ ആകാംക്ഷയോടെ നോക്കി കിടക്കുകയാണ് അവൾ. നിന്നെ സ്വന്തമാക്കണമെന്ന് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. അല്ലാതെ അത് ആർഭാടമായിട്ടോ അല്ലാതെയോ ഒന്നും വേണമെന്നുണ്ടായിരുന്നില്ല. രജിസ്റ്റർ മാരേജ് ആയിട്ടായാലും നീ എൻ്റെ സ്വന്തമാകണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചിരുന്നു അത് പറഞ്ഞപ്പോൾ. കണ്ണുകളടച്ച് ആ ചുംബനം ഏറ്റുവാങ്ങി അവനെ പുണർന്നങ്ങനെ കിടക്കുമ്പോൾ അവളുടെ മനസ്സ് ഒരുപാട് നാളുകൾക്ക് ശേഷം ശാന്തമായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഹരിയുടെ നാട്ടിലുള്ള വീടിൻ്റെ പണിയെല്ലാം ഏകദേശം പൂർത്തിയായിരുന്നു. ഇനി അങ്ങോട്ടെത്തിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ. അങ്ങനെ 1 മാസത്തിന് ശേഷം നാളെ ഹരിയും വൈകിയും തിരികെ നാട്ടിലേക്ക് പോവുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം തിരികെ നാട് കാണുന്നതിനുള്ള ഒരാകാംക്ഷ അവൾക്കുണ്ടായിരുന്നു. കാരണം ജനിച്ചിട്ട് ഇത്രയും നാളായിട്ടും നാട്ടിൽ നിന്ന് ഇത്ര ദിവസമൊന്നും മാറി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. നാട്ടിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ശരിക്കും ശ്വാസം മുട്ടുന്നത് പോലെയുള്ള ഒരവസ്ഥ വൈഗ അനുഭവിച്ച് തന്നെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി മുംബൈയിലേക്ക് വരുന്നില്ലെന്നാണ് വൈഗ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന് വൈകുന്നേരം രണ്ടുപേരും നാട്ടിലേക്കുള്ള ട്രെയിൻ കയറി. ഈ 1 മാസക്കാലം രണ്ടുപേരും നാട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അന്വേഷിച്ചിട്ട് കൂടിയില്ല. വൈഗ ഇടയ്ക്ക് അച്ഛനെയും അമ്മയെയും കുറിച്ചൊക്കെ ആലോചിക്കുമെങ്കിലും തന്നെ ഇതുവരെ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാത്തവരെ തിരികെ അന്വേഷിക്കേണ്ട എന്നൊരു മനോഭാവമായിരുന്നു അവളിൽ. ഇടയ്ക്ക് ഒരു തവണ അമ്മയെ വിളിച്ചു നോക്കി. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഊഹം വെച്ച് നോക്കുമ്പോൾ ഫോൺ അച്ഛൻ വാങ്ങി വെച്ച് കാണണം എന്നവൾ ധരിച്ചു. നാട്ടിലേക്കെത്തി ഒരു ക്യാബ് വിളിച്ച് നേരെ വീട്ടിലേക്കാണ് ഹരി പോയത്. 1 മാസം മുൻപേ മുംബൈയിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നത് പോലെ അല്ല ഇപ്പോൾ വീട്. ആകെ മുഴുവനായിട്ട് തന്നെ മാറിയിരിക്കുന്നു. നല്ല രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്ത് വൃത്തിയാക്കി മുന്നിൽ ഫ്ലോർ ടൈലൊക്കെ വിരിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. ഹരിയൊക്കെ തിരികെ വരുമ്പോഴും പണി നടക്കുന്നത് കൊണ്ട് വീട്ടിൽ നിറയെ പണിക്കാരായിരുന്നു. കഴിഞ്ഞില്ലേ ഇതൊന്നും? മുന്നിൽ തന്നെ നിന്ന് ഓരോ ജോലിക്കാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളുടെ പിന്നിൽ വന്ന് നിന്നുകൊണ്ട് ഹരി ചോദിച്ചു. ആ സാർ എത്തിയോ? പെട്ടെന്ന് ഒന്ന് ഞെട്ടലോടെ തിരിഞ്ഞു നിന്നുകൊണ്ട് അയാൾ വിനയത്തോട് ചോദിച്ചു. വീടിൻ്റെ മുഴുവൻ ജോലികൾക്കുള്ള കോൺട്രാക്റ്റ് ഏൽപ്പിച്ചിരിക്കുന്ന കോൺട്രാക്ടറായിരുന്നു അത്. 2 ദിവസത്തിനുള്ളിൽ പണികളെല്ലാം തീർക്കുമെന്നാണ് അയാൾ അറിയിച്ചത്. രണ്ടുപേരും ബാഗൊക്കെ ആയിട്ട് വീടിനകത്തേക്ക് കയറി. വീടിനുള്ളിലേക്ക് കയറിയ വൈകിയുടെ മുഖം അകത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ ആകാംക്ഷയോടെയും അത്ഭുതത്തോടെയും വിടർന്നുപോയി. അത്രയും മനോഹരമായി അകത്ത് ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ലിവിങ് ഏരിയയിൽ സോഫയും മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അടുക്കും ചിട്ടയോടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ലിവിങ് ഏരിയയുടെ പിന്നിലായിട്ടാണ് ഡൈനിങ് റൂമും അടുക്കളയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണാണ്. അവിടെയെല്ലാം ഇൻറ്റീരിയർ വർക്കൊക്കെ കഴിഞ്ഞു കിടക്കുകയാണ്. താഴെ 3 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമുമാണുള്ളത്. വൈഗ ആകാംക്ഷയോടെ ഓരോ മുറിയിലും കയറിയിറങ്ങി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? മുകളിലെ കോമൺ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കി നിൽക്കുന്ന വൈഗയെ പിന്നിൽ നിന്നൊന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹരി ചോദിച്ചു. അവൾ അതിൽ അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. ഒത്തിരി. ഞൊടിയിടയിൽ അവൾ തിരിഞ്ഞു നിന്ന് അവനെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. ഹരി അവളെ ഒന്ന് നോക്കി പുരികമുയർത്തി. കൺഗ്രാജുലേഷൻസ്. പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞതും ഹരി അവളെ സംശയത്തോടെ ഒന്ന് നോക്കി. എന്തിന്? ഈ പ്രായത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വലിയൊരു വീട് വെച്ചില്ലേ? ആഗ്രഹിച്ചത് സ്വന്തമാക്കിയില്ലേ? ഇതൊക്കെ ചെറിയ കാര്യമല്ല. അവൻ്റെ കവിളിലൊന്ന് കുത്തിക്കൊണ്ട് വൈഗ പറഞ്ഞതും ഹരി അവളെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു. ആ ചിരിയിലേക്ക് വൈഗയൊന്ന് നോക്കി നിന്ന് പോയി. വല്ലപ്പോഴുമാണ് അവൻ ഇതുപോലെയൊന്ന് മനസ്സറിഞ്ഞ് ചിരിച്ചു കാണുന്നത്. അല്ലാത്ത നേരത്ത് അവൻ ചിരിച്ചു കാണുമ്പോഴൊക്കെ അതിൽ ഒരാത്മാർത്ഥത ഇല്ലാത്തതുപോലെയാണ് അവൾക്ക് തോന്നുക.
എന്താണ് ഭാര്യയെ വല്ലാത്തൊരു നോട്ടം? ഹരി അവൾ നോക്കുന്നത് കണ്ടതും കള്ളച്ചിരിയോടെ അവളെ നോക്കി ചോദിച്ചു. ഞാനെൻ്റെ ഭർത്താവിനല്ലേ നോക്കുന്നത്, അതിന് നിങ്ങൾക്കെന്താ? അവൾ അവൻ്റെ നെഞ്ചിലൊന്ന് കുത്തി. ഹരി വീണ്ടും ചിരിച്ചുപോയി. ഇത്തവണ അവൻ ചിരിക്കുന്നത് കണ്ടതും അവൾക്ക് വെറുതെ നിൽക്കാൻ തോന്നിയില്ല. അവൻ്റെ കവിളിലായി ഒന്നുയർന്നു വന്ന് അവൾ അമർത്തിയൊന്ന് ചുംബിച്ചു. ദിവസങ്ങൾ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വൈഗയ്ക്ക് കോളേജ് വീണ്ടും സ്റ്റാർട്ടായി. ഇപ്പോൾ നാട്ടിലുള്ളത് കൊണ്ട് കോളേജിൽ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഹരിക്ക് മുംബൈയിൽ തിരികെ പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടില്ല. ഒരാഴ്ച കൂടി കഴിഞ്ഞുള്ളൊരു ദിവസമാണ് വീടിൻ്റെ ഗൃഹപ്രവേശത്തിന് വേണ്ടി പണിക്കരുടെ കയ്യിൽ നിന്ന് സമയം കുറിച്ച് വാങ്ങിയിരിക്കുന്നത്. അധികം ആർഭാടായ രീതിയിലൊന്നും അല്ലെങ്കിൽ പോലും പുതിയ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകളെയും വളരെ അടുത്ത 1-2 ഫ്രണ്ട്സിനെയും ഹരി വിളിച്ചിട്ടുണ്ട്. ഈ ഒരാഴ്ചയായിട്ട് ഹരിയും വൈഗയും ഒരുപോലെ തിരക്കിൽ തന്നെയായിരുന്നു. വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളും അടുക്കളയിലേക്കുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി. പിന്നെ വൈഗയ്ക്ക് ഇപ്പോഴും ഇടാൻ മാത്രമുള്ള ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ അവൾക്ക് വേണ്ടുന്ന സാധനങ്ങളുമൊക്കെ വാങ്ങാനുള്ള തിരക്കായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ. വൈഗരി, അതായിരുന്നു വീടിൻ്റെ പേര്. ഹരിയും വൈഗയും ചേർന്ന് വൈഗ തന്നെയാണ് വീടിന് അങ്ങനെ ഒരു പേര് ചിന്തിച്ചെടുത്തത്. അങ്ങനെ കാത്തിരുന്ന് ഒടുക്കം എല്ലാവിധ അനുഗ്രഹത്തോടും കൂടെ തന്നെ 2 പേരും ചേർന്ന് ഗൃഹപ്രവേശന ചടങ്ങുകളൊക്കെ നടത്തി. പാല് കാച്ചിയപ്പോൾ നിറഞ്ഞു തുളുമ്പുന്ന പാല് കണ്ട് എന്തോ ഹരിയേക്കാൾ കൂടുതൽ സന്തോഷം തോന്നിയത് വൈഗയ്ക്കായിരുന്നു. തൊഴുകയ്യാൽ അത് നോക്കി നിൽക്കുമ്പോൾ അവളുടെ ഓർമ്മകളിൽ ഇടയ്ക്ക് തന്നെ അത്രയും സങ്കടം താങ്ങാൻ വയ്യാതെയാകുമ്പോൾ വിളിച്ച് പൊട്ടിക്കരയുന്ന ഹരിയെ ഓർമ്മ വന്നിരുന്നു. അവൻ്റെ വേദനകളിലും സങ്കടങ്ങളിലുമൊക്കെ കൂട്ടായി താനുണ്ടായിരുന്നു. അവൻ കരയുന്നത് പലപ്പോഴും കണ്ടു നിൽക്കുമ്പോൾ ചങ്ക് തകർന്നു പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ കരയാതെ പിടിച്ചു നിൽക്കും. താൻ കൂടി കരഞ്ഞാൽ ഇങ്ങനെ ശരിയാകും എന്ന് ചിന്തിച്ച്. അച്ഛൻ്റെയും അമ്മയുടെയും തണലില്ലാതെ, പേരിന് പറയാൻ നല്ലൊരു സുഹൃത്ത് പോലും ഇല്ലാതെ, ഹരി ശരിക്കു പറഞ്ഞാൽ ഒരു വലിയ ആളാണെന്ന് തോന്നിപ്പോയി വൈഗയ്ക്ക് ആ നിമിഷം. തന്നെയൊക്കെ വെച്ച് നോക്കുമ്പോൾ താനൊക്കെ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചതാണ്. അവനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എങ്കിലും അവൻ ജനിച്ചു വളർന്നു വന്ന സാഹചര്യം വേറെ ആയിരുന്നു. ഓരോന്നും ഓർത്തപ്പോൾ നിറഞ്ഞൊഴുകിയ കണ്ണുനീർ ഹരി കാണാതെ തന്നെ വൈഗ തുടച്ചു നീക്കി. വൈകുന്നേരം ആയപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞ് 2 പേരും കൂടി ഒന്ന് അമ്പലത്തിലേക്കൊക്കെ പോയിട്ട് വന്നിരുന്നു. ഹരി വീട് വാങ്ങിയിരിക്കുന്ന നാട്ടിൽ അവരെ ആർക്കും ഒന്നും അറിയില്ലെങ്കിലും ചന്ദ്രോത്ത് സുധീരൻ്റെ മോളെ 1-2 പേർക്ക് അറിയാം. മാത്രമല്ല ഇവർ പുതിയതായി വന്ന് താമസിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഇവരുടെ കാര്യങ്ങൾ അറിയാൻ ഒരു തരം ത്വരയുമുണ്ട്. അതുകൊണ്ട് അമ്പലത്തിൽ പോയപ്പോൾ കണ്ടവരൊക്കെ അവരെ നോക്കിയും മറ്റുമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം വീടിൻ്റെ കോമൺ ബാൽക്കണിയിൽ ഇരിക്കുകയാണ് വൈഗയും ഹരിയും. എൻ്റെ വാവ ഇന്നെന്തിനാ കരഞ്ഞത്? കോമൺ ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഊഞ്ഞാലിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് ഹരി സംശയത്തോട് ചോദിച്ചു. അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിലൂടെ ഒന്ന് തലോടി കടന്നുപോയിക്കൊണ്ടിരുന്നു. ഞാനിപ്പോൾ കരഞ്ഞു? വൈഗ സംശയത്തോടെ അവനോട് തിരികെ ചോദിച്ചു. ഇന്ന് രാവിലെ പാല് കാച്ചിയ സമയത്ത് നിന്റെ കണ്ണ് നിറഞ്ഞു വരുന്നത് ഞാൻ കണ്ടതാണ്. ആ അതോ? അത് ഹരിയേട്ട പൊടി പോയതാണെന്ന് നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കല്ലേ. ഹരി പറഞ്ഞതും വൈകിയൊന്ന് പതറി. അത് പെട്ടെന്ന് ഞാൻ എൻ്റെ ഹരിയേട്ടനെ കുറിച്ച് ആലോചിച്ചതാണ്. ഓർത്തപ്പോൾ എന്തോ സങ്കടം തോന്നി, അങ്ങനെ കരഞ്ഞു പോയതാണ്. അവൾ പറഞ്ഞതും ഹരി അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഈ ജീവിതത്തിൽ നേടിയ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്താണെന്നറിയോ? ആകാംക്ഷയോടെ ഹരി ചോദിച്ചതും വൈഗ അതറിയാമായിരുന്നിട്ടും ഇല്ലെന്ന രീതിയിൽ തലയനക്കി. നീയാണ് എനിക്ക് കിട്ടിയ ബെസ്റ്റ് അച്ചീവ്മെൻറ്റ്. ഹരി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടമർത്തി. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഐ പ്രോമിസ് യു, നിനക്ക് അച്ഛനെയും അമ്മയെയും ഏട്ടനെയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവരെയൊക്കെ ഞാൻ നിനക്ക് തിരിച്ചു തരും. അവരൊക്കെ വരും. ഹരി പറഞ്ഞാൽ അവൾക്ക് വിശ്വാസമാണ്. അതിന് അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. അവൻ്റെ ചുണ്ടുകൾ വീണ്ടും അവളുടെ നെറ്റിയിൽ പ്രണയത്തോടെ പതിഞ്ഞുകൊണ്ടിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.